So, good evening all. I am Gokul Smash. 2024 Oxford pass out ആണ്. നിലവിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET-യിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് പെർസ്യൂ ചെയ്യുന്നു. സ്റ്റേജിൽ ഒരുപാട് സംസാരിച്ച് പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണം, ആദ്യം തന്നെ പറയുന്നു. ഞാൻ എൻ്റെ KG സെക്ഷൻസ് മീൻസ് LKG UKG ആൻഡ് അപ് ടു +2 ഞാൻ പഠിച്ചത് ഓക്സ്ഫോർഡിൽ തന്നെയാണ്. എൻ്റെ കൂടെ ഇപ്പം നിലവിൽ ബിടെക് പെർസ്യൂ ചെയ്യുന്ന ഞങ്ങൾ 70 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഞാൻ ഒരാളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഒന്നെങ്കിൽ റിപ്പീറ്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ച് മീൻസ് +1 +2 കൂടെ JEE-യുടെ കോച്ചിങ് എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ലോങ് ടേം എടുത്തവരായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിക്കുകയും പിന്നെ ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആ ഒരു സിംഗുലർ പ്രിപ്പറേഷന്റെ പുറത്താണ് ഞാനിപ്പം എൻ്റെ എൻട്രൻസ് ക്ലിയറൻസ് ചെയ്യുന്നത്. പിന്നെ പറയാനാണെങ്കിൽ 10th വരെ ഏതൊരു സ്റ്റുഡൻറ്റിനെ പോലാണ് ഞാനും പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെയാണ് പഠിച്ചത്. ഹൈ സ്കോർ ചെയ്യുക, ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് +1 +2 നല്ല സ്കോർ കിട്ടിയപ്പം സയൻസ് എടുത്തു. സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് അതുവരെ എൻട്രൻസ് എന്നൊരു ഐഡിയ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു എൻട്രൻസ് എന്താണെന്ന് അറിയത്തില്ല. മീൻസ് പേപ്പറിലൊക്കെ വരും ബ്രില്യൻറ്റിൽ ഇങ്ങനെ സ്കോർ ചെയ്തു ഒന്നുകൂടെ വരും. എൻട്രൻസ് എന്താണോ അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഫർദർ ആയിട്ട് മുന്നോട്ട് എന്താണ് പ്ലാൻ എന്നോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ്, ഞങ്ങൾക്ക് കരിയർ ഗൈഡൻസിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു സാർ ഉണ്ടായിരുന്നു. അങ്ങനെ സാറിന്റെ സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി തുടങ്ങി. ഫ്രീക്വന്റ് ആയിട്ട് സാറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മുന്നോട്ട് ഒരു എയിം ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ആവാൻ സാധിക്കില്ല. സാർ തന്നെ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കറക്റ്റ് ആയിട്ട് എയിം ഇല്ല, ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. സാറ് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ +1 +2 ഞാൻ സയൻസ് ആയിരുന്നു. സയൻസിന് സാധാരണ ഏത് സ്കൂളിലും എടുക്കുന്ന കോമ്പിനേഷനിലും ഡിഫറെന്റ് ആയിട്ടൊരു കോമ്പിനേഷനാണ് ഞാനും അഫ്സലും ചൂസ് ചെയ്തിരുന്നത്. അന്നേരം അത് കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലാണ്. മീൻസ് ബോർഡിന് മാർക്ക് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അന്നേരം പ്രിൻസിപ്പൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു. സാറ് പറഞ്ഞു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ എന്തിനെ മീൻസ് അങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കാൻ മിക്കവരും സമ്മതിക്കത്തില്ല. അത് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസ് ഇപ്പോൾ സ്റ്റേജിലുണ്ട്. ഞാൻ അവർക്ക് താങ്ക്സ് പറയുന്നു. മാത്രമല്ല അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞാൻ എടുത്തത് എന്നിറങ്ങി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ +1 +2 ഫാക്കൽറ്റീസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജസ് ഫാക്കൽറ്റീസും ഉണ്ട്. അവരോട് എല്ലാവരും ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ +2 ലാംഗ്വേജിലാണ് എനിക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റിയത്. അത് എൻ്റെ മലയാളമായിരുന്നു. മലയാളം ടീച്ചർ ഇവിടെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഗോപിയൻസിന് ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യാൻ ഏറ്റവും വലിയ മോട്ടീവ് ആയത് അനിൽകുമാർ സാർ, ഞങ്ങളുടെ മാനേജർ സാറ് സ്റ്റേജിലുണ്ട്. സാറ് ഞങ്ങൾ അപ് ടു 7 ഞങ്ങളിരുന്ന് പഠിക്കുമായിരുന്നു. അന്നേരം സാറ് വന്ന് ഇടയ്ക്കിടയ്ക്ക് വേണം പഠിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണം, പുതിയതായിട്ട് എന്തെങ്കിലും റെഫറൻസസ് വേണം എന്നൊക്കെ തിരക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മോട്ടിവേഷനായിട്ട് വന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജേക്കബ് സാർ, എല്ലാവർക്കും ഈ ഒരു വേദിയിൽ ഞാൻ നന്ദി പറയുന്നു. ഇവരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഈ ഒരു നിലയിലെത്താൻ സാധിച്ചത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഒതുക്കുന്നു. നന്ദി, നമസ്കാരം.